നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വർഷം ഗോൾഡ് വാങ്ങിക്കുന്നത് കുറയ്ക്കുക, EV കൂടുതലായി ഉപയോഗിക്കുക, പെട്രോൾ ഡീസൽ ഉപയോഗം കുറയ്ക്കുക എന്ന് പറഞ്ഞതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയോ? ഇന്ത്യക്ക് ആവശ്യമായ പല സാധനങ്ങളും പുറത്തു നിന്നാണ് വാങ്ങേണ്ടത്. ഗോൾഡ് വിദേശ രാജ്യങ്ങളിൽ നിന്നും, ക്രൂഡ് ഓയിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും. ഇവ വാങ്ങാൻ ഇന്ത്യ ഡോളർ കൊടുക്കണം. അതായത് ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ പണം പുറത്തേക്ക് പോകുന്നു. മിഡിൽ ഈസ്റ്റ് യുദ്ധവും അന്താരാഷ്ട്ര പ്രശ്നങ്ങളും കാരണം ക്രൂഡ് ഓയിൽ വില കൂടിയിട്ടുണ്ട്. ഇന്ത്യക്ക് 80% മുകളിൽ ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് ഡോളർ ചെലവും കൂടി. ആളുകൾ കൂടുതലായി ഗോൾഡ് വാങ്ങിക്കുമ്പോഴുള്ള പ്രശ്നം, ഇന്ത്യയിൽ വിവാഹം, ഉത്സവം, സേവിങ്സ് എന്നിവയ്ക്ക് ആളുകൾ വലിയ തോതിൽ ഗോൾഡ് വാങ്ങിക്കുന്നു. പക്ഷേ ഗോൾഡ് കൂടുതലായി വാങ്ങിക്കുമ്പോൾ കൂടുതൽ ഡോളർ വിദേശത്തേക്ക് പോകും. ഇന്ത്യൻ രൂപ ദുർബലമാകും. രാജ്യത്തിന്റെ ഫോറക്സ് റിസർവ് കുറയും. അതിനാലാണ് ഒരു വർഷം ഗോൾഡ് വാങ്ങൽ കുറയ്ക്കുക എന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചത്. ഇത് നിയമമല്ല, ഒരു സാമ്പത്തിക അഭ്യർത്ഥന മാത്രമാണ്. അൺനെസസറി ഫോറിൻ ട്രിപ്സ് കുറയ്ക്കുക, മെട്രോ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക, ഫ്യൂവൽ സേവ് ചെയ്യുക. ഇതെല്ലാം ചേർന്നാൽ ഓയിൽ കൺസപ്ഷൻ കുറയും, ഡോളർ സേവിംഗ് ഉണ്ടാവും, ഇന്ത്യയുടെ എക്കണോമി സ്റ്റേബിൾ ആക്കാൻ സഹായിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മോദിജി പറഞ്ഞത് രാജ്യത്തിന്റെ ഫോറിൻ കറൻസി സംരക്ഷിക്കാനും രൂപയുടെ വാല്യൂ കാത്തു സൂക്ഷിക്കാനും ഇപ്പോൾ നോൺ എസെൻഷ്യൽ ഇമ്പോർട്ട്സ് കുറയ്ക്കാനും എന്ന ആശയമാണ്. അതുകൊണ്ടാണ് ഗോൾഡ് വാങ്ങിക്കൽ കുറയ്ക്കുക, EV ഉപയോഗിക്കുക, ഫ്യൂവൽ സേവ് ചെയ്യുക എന്ന് പറഞ്ഞത്.